നമസ്കാരം, ഞാൻ കാവ്യ ശ്രീനിവാസ്. മഞ്ജുച്ചി, സൗചേട്ടാ, നസീർക്ക, അയ്യോ നിങ്ങൾ സംശയിക്കണ്ട, ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതാ. ഈ സംശയം അത്ര നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ ഇതൊരു രോഗമല്ല, അനേക രോഗങ്ങളുടെ ലക്ഷണ. എന്റെ കയ്യിൽ ഇതിനൊരു ഒറ്റമൂലിയുണ്ട്. നല്ലേ പച്ച കവളമടൽ എടുത്തിട്ടേ അച്ചാലും മുച്ചാലും ഇരിക്കണം. ആരേന്നല്ല, ഈ അസുഖങ്ങൾ എല്ലാത്തിനെയും ആദ്യം ഇവനിട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്തെ ആ ഗുഹയ്ക്കകത്ത് നിന്നുകൊണ്ട് അവനൊരു സംശയം ബമ്പറടിക്കുമെന്ന്. നിനക്കുള്ള ഞാനിത് കഴിഞ്ഞു വന്നിട്ട് തരാം. പിന്നെ നമ്മള് വിചാരിക്കും നമ്മൾ ഒഴികെ ബാക്കി എല്ലാരും സംശയ രോഗികളാന്ന്. സാബുച്ചേനെ നസീറിക്കും ഒന്ന് സൂക്ഷിച്ചോ. മഞ്ചേച്ചി അപ്പുറത്ത് പോയിട്ടേ നിങ്ങളെ സംശയത്തോടെ നോക്കണം, ഞാൻ കാണാറുണ്ട്. എന്നോടൊന്നും വിചാരിക്കല്ലേ, ഉള്ളതുപോലെ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കുറച്ചു ദിവസം മുന്നേ ഒരു സംഭവം ഉണ്ടായേ. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ പ്രേമിച്ചുകൊണ്ടിരുന്നവനി എന്നെയും എന്റെ കൂടെ പഠിച്ച ലിബുവിനെയും ഭയങ്കര സംശയമായിരുന്നു. ഞാനും ലിബു ഇപ്പൊ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് 2 പിള്ളേരുമായി. ചേച്ചി, കഴിഞ്ഞ ദിവസം അവൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കണ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടല്ലേ എന്ന്. അങ്ങനെ ഒരുത്തൻ. സംശയം എന്ന് പറയുന്നത് ഈ പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ്. ഈ വൈൻ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ആപ്പിള് മുന്തിരി ഇതൊക്കെ വെച്ചിട്ടായിരിക്കില്ലേ? ഇതൊക്കെ ഉണ്ടാവണം എന്തായാലും ഒരു മരത്തുമ്മലായിരിക്കുള്ളൂ. ഇതുപോലെ കുറെ പാഴ്മരങ്ങൾ നമ്മുടെ എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവും. എന്റെ നാട്ടിലും ഉണ്ട്. ഞങ്ങളുടെ തെക്കേല നാണിത്തള്ള. ആരെങ്കിലും സന്തോഷത്തോടെ അടക്കണുണ്ടാലേ അപ്പ ആ മരത്തുമ്മല് കുരുവിട്ടും. പിന്നെ ഇത് കൊഴിഞ്ഞു വീഴാണ്ട് അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുറെ നാള് മുന്നേ ആ മരത്തുമ്മൽ ഒരു കുരു പൊട്ടി. ഞാൻ ആദ്യമായിട്ട് പ്രസവിച്ച് കിടന്നപ്പോ നിങ്ങൾ കേൾക്കണം, 1.5 കിലോ ആപ്പിളും വാങ്ങി എന്നെയും കൊച്ചിനെയും കാണാൻ വന്നു. കൊച്ചിനെടുത്ത് മടിയിൽ വെച്ച്, അയ്യോ അമ്മയുടെ അതേ കണ്ണ്, അമ്മയുടെ അതേ മൂക്ക്, ഷോ അച്ഛന്റെ മാത്രം ഒന്നുമില്ലല്ലാന്ന്. തീർന്നില്ലേ ഇക്ക, ഇതും പറഞ്ഞ ആപ്പിളും വെച്ച് അവരവരുടെ കുടുംബത്ത് പോയി. കൊല്ലം 4 കഴിഞ്ഞിട്ടേ ഈ കണ്ണും മൂക്കിന്റെയും ബാക്കിയും കഴിച്ച് ആരെയെന്ന് ചോദിച്ചിട്ടുള്ള ഇടി ഞാൻ കൊണ്ടുകൊണ്ടിരിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സംശയം വന്നു കഴിഞ്ഞാ അച്ചാറില് പൂപ്പല് എന്നെ പോലെയാണ്. ഇത് എടുത്തു കളയും തോറും ഇങ്ങനെ പെരുകൊണ്ടിരിക്കും. എന്തായാലും നാണിത്തള്ള അന്നിട്ടോണ്ട് പോയ വിത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു മരമായി. എന്റെ പൊന്ന് സാബുച്ചേട്ടാ, മണിക്കൂറും മിനിറ്റും സെക്കൻഡൊക്കെ വെച്ച് നോക്കി സംശയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എന്റെ പിള്ളേരുടെ അച്ഛൻ. എന്റെ വാട്സപ്പ്, ഇൻസ്റ്റാ, മെസ്സഞ്ചർ ഇതിന്റെയൊക്കെ ലാസ്റ്റ് സീൻ നോക്കിയിട്ടേ രാത്രി 2 മണിക്കൊക്കെ എന്റെ അരിയത്ത് തന്നെ നടന്നിട്ട് എനിക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കും. ഞാനിത് എപ്പ സീൻ ചെയ്യുന്നറിയാം. എനിക്ക് ഈ കഥ അറിയാവുന്നതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ ഞാൻ ഈ മനുഷ്യനെ എണീപ്പിക്കാൻ നോക്കും. ചേട്ടാ, ഏട്ടാ, മോനെ, എണീക്കില്ല, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കണേ, നീ വിളിക്കണേ, ഞാൻ കേൾക്കണില്ല എന്നറിയും. പക്ഷേ പിള്ളേരുടെ അച്ഛാന്ന് വിളിച്ചാ ചാടി എണീക്കും. എന്താ കാര്യം, നമ്മുടെ മറ്റേ കണ്ണും മൂക്കും ഇപ്പോഴും എങ്ങാണ്ടൊക്കെ ഉറങ്ങാണ്ട് എടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് വിചാരിക്കല്ലേ. ഞാനൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോവാൻ പാടില്ല. അവിടുത്തെ ആശാനെങ്ങാനും വണ്ടി വളയ്ക്കണേന് മുന്നേ എന്നെ വിളച്ചാലോ? ഞാൻ ഇനി ഒരു ബസ്സിൽ കയറാൻ പാടില്ല. കണ്ടക്ടറെങ്ങാനും മണിയടിക്കണത് ഇനി എന്നെ കണ്ടിട്ടാണെങ്കിലാ. ഇനി അതിലെ കിളിയെങ്ങാനും ഗതികേടിനി ഇറങ്ങെന്ന് പറഞ്ഞാ ഞാൻ കൂടെ എങ്ങാനും ഇറങ്ങിപ്പോയാലാ. എന്റെ ചേച്ചി, എന്റെ ഭർത്താവിന് എന്നെ ഭയങ്കര സംശയമാണ്. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് കാമുകന് മെസ്സേജ് അയച്ചൊരു കൂട്ടുകാരി എനിക്കുണ്ട്. സത്യത്തിലേ ഇവക്കുള്ള കെട്ടിയോനിരുന്ന സംശയം. ഈ സംശയത്തിന്റെ സങ്കടം പറഞ്ഞാണ് ഇവളീ കാമുകനെ വരെ സെറ്റാക്കിയത്. സംശയമില്ലാത്ത മനുഷ്യരില്ല. കുഞ്ഞുനാളിലൊക്കെ നമുക്ക് എന്തോരം സംശയങ്ങളായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. ഈ മിന്നാമിന്നിയുടെ മൂട്ടിലാരാ ലൈറ്റ് വെച്ചേ, കാക്ക എന്തിനാ സ്വന്തം പേര് പറഞ്ഞ് കരയണേ, ഉമ്മ വെച്ചാ കൊച്ചുങ്ങളുണ്ടാവോ. പക്ഷേ ഇപ്പത്തെ പിള്ളേരുടെ സംശയമൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. എന്റെ മക്കളൊക്കെ ചില സമയത്ത് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ നിന്നൊരുങ്ങി പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ എൻ്റെ അടുത്ത് ചോദിക്കണേ, അമ്മേ ഈ ബാറ്റ്മാൻ അയൺമാനൊക്കെ രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ഇതൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്, നമ്മുടെ വീട്ടിലൊന്നും വരാൻ പോകില്ലാന്ന്. കൊച്ചിന് കാര്യം മനസ്സിലായി, കൊച്ചിന്റെ പാട്ടിന് പോയി. പക്ഷേ ഇത് പാത്തിരുന്ന് കേട്ട എൻ്റെ പിള്ളേരുടെ അച്ഛൻ പാതിരാത്രി കണ്ണിൽ ഈർക്കിളിയും വെച്ച് ടോർച്ചും കത്തിച്ചിരുന്നു. എന്തിന് ബാറ്റ്മാനെ പൊക്കാൻ? ഇത്രയൊക്കെ ചെയ്തിട്ടേ ഈ മനുഷ്യൻ പറയണ എനിക്ക് ഇങ്ങനെയാണ് സംശയം. അല്ല, എങ്ങനെ സംശയിക്കാതിരിക്കും? എന്നും രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ചൂണ്ടയിടാനാന്ന് പറഞ്ഞ കോട്ടപ്പുറം പാലത്തിന്റെ മുകളിൽ പോയിരിക്കും. ശരിക്കും ചൂണ്ടയിടാൻ പോണ മനുഷ്യനാണെങ്കിൽ ആ കമ്പിന്റെ അടുത്ത് ഒരു കൊളുത്തെങ്കിലും കാണൂലേ. ചൂണ്ടയിടൽ തന്നെയാണ്, പക്ഷെ മീനിനല്ലെന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫാമിലി മൊത്തം സംശയമാണല്ലേ. സംശയമാണിക്ക, എൻ്റെ വീട്ടിലെ പാറ്റയ്ക്കും പല്ലിക്കും വരെ സംശയം. അപ്പം ലൈറ്റ് ഇടും, ഓഫാക്കുന്നു. എനിക്ക് പൊതുവായ കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും സീറ്റ് ഉണ്ട്. അച്ഛന്മാരെന്താ കുഞ്ഞുങ്ങളെടുത്ത് കയറാറില്ലേ? പിന്നെ ഒരു പാട്ടുണ്ട്, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യന്ന്. ഭർത്താക്കന്മാര് തിങ്കളായി കഴിഞ്ഞാൽ എന്താ കരിഞ്ഞു പോവാ? സംശയമാണേ, വേറെ ലെവല് സാധനം. കണ്ണീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യ ഭാവനയെന്ന് പുരുഷന്മാര് പറഞ്ഞാൽ എന്താ കണ്ണീര് വരൂലേ? സംശയമാണേ. കാലങ്ങളായിട്ട് എൻ്റെ സംശയ ദൃഷ്ടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന 2 ടീംസ് ഉണ്ട്, കുയിലും കാക്കയും. കുയില് കാക്കേനെ കാലങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മളെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്ക, ഒരു ധൈര്യമില്ലാണ്ട് ഈ കുയില് പോയി കാക്കയുടെ വീട്ടിൽ മുട്ടിയിട്ടോ?
ഇടുവോ? ഇനി ഞാൻ പറയാൻ പോണ കാര്യം സൂക്ഷിച്ച് കേൾക്കണം. പല്ലി, അരണ, ഓന്ത്, ഉടുമ്പ് മുതല, ചീങ്കണ്ണി, ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഇല്ലേ ഇല്ലേ ഇല്ലേ? നീ എന്തിനാണ് എല്ലാം പറയുമ്പോ ഇങ്ങനെ റോങ് ആയിട്ട് ചിന്തിക്കാൻ നടക്കണേ എന്റെ പൊന്നു മോനെ? ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. എക്സാമ്പിൾ ഉണ്ട്. ഞാനും എന്റെ വെല്ലിച്ചന്റെ മോന്റെ മോളും ഒരുപോലെ ഇരിക്കുന്നത്. എന്ത് കാര്യം, ഞങ്ങളൊരു തറവാട്ടുകാരാ, അതുപോലെ തന്നെ അവരൊരു തറവാട്ടുകാരാ, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന അടിയുടെ എണ്ണം കൂടും. പിന്നെ ഞാൻ ഈ സംശയങ്ങളൊക്കെ കൂടെ വാരിപ്പൊരുക്കൂടെ ഗ്രൂമേഴ്സിന്റെ അടുത്ത് പറയുന്ന സമയത്ത് അവരെന്താ പറയുന്നറിയോ? ഇതിവിടെ കയറുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടെന്ന്. എന്നാലും നല്ല ധൈര്യത്തോടുകൂടി ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് ആ സമയത്ത് ഇവിടെ ഡോറിന്റെ അവിടെ എത്തിയപ്പോഴേ ഇത് പുഷ് ചെയ്യണോ പുള്ളിയണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്ന സമയത്താണ് ഇവന്റെ ഏകദേശം നിനക്കുള്ള സമയമായിട്ടുണ്ട്, എനിക്കുള്ള സമയമാവാറുണ്ട്. പക്ഷെ സ്പോട്ടിൽ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്, ഇപ്പം ഈ പറഞ്ഞതൊക്കെ ടി വിയിൽ വരുമോ ഇല്ലയോ എന്ന്. ഇനി അഥവാ അത് ടി വിയിൽ വരികയാണെങ്കിൽ കാണുന്നവർക്ക് എന്തായാലും ഒരു സംശയം തോന്നും, ഭർത്താവിനെ പറ്റി ഇത്രയൊക്കെ പറയാമോ എന്ന്. ഒരു സംശയവും വേണ്ട, അതെൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ മൂന്നുപേരും കൂടെ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നെ. വേറൊന്നുമല്ല, പുള്ളിക്ക് ഇന്ന് വരെ ഈ അസുഖമില്ല. ഇനി ഇതെങ്ങാൻ കണ്ടിട്ട് വന്നാലാ. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആർട്ടുകാരോട് പറഞ്ഞിട്ട് ഈ പച്ചക്കവളം മടലിന്റെ പോലത്തെ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തരുമോ? തല്ലാനൊന്നുമല്ല, ചുമ്മാ പേടിപ്പിക്കാനാ. താങ്ക് യു.